വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആലുവ പൂക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്ന് വെറും 200 മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു 4 BHK പ്ലസ് യൂട്ടിലിറ്റി വർക്ക് ഏരിയ സഹിതമുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. ചെറിയൊരു വില്ല പ്രോജക്റ്റിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. 4 സെന്റ് 100 ലിങ്സ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റിൽ 2 കാർ പാർക്കിംഗ് സൗകര്യത്തോടു കൂടിയാണ് ഈ ഒരു സ്പേഷ്യസ് ആയ വീട് വന്നിരിക്കുന്നത്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. വീടിൻ്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോക്സി എലിവേഷനാണ് വന്നിരിക്കുന്നത്. കൂടാതെ എലിവേഷന് ഭംഗി നൽകാനായി അത്യാവശ്യം ടെക്സ്ചർ വർക്കുകളും സ്പോട്ട് ലൈറ്റും ബാൽക്കണിയിലെ സ്ക്വയർ ട്യൂബ് ഹാൻഡിലും ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 3.7 മീറ്ററോളമാണ് ഇൻറ്റേർണൽ റോഡ് വന്നിരിക്കുന്നത്. റോഡിൻ്റെ വർക്കിന് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ക്വയർ ട്യൂബ് വർക്കും ടെക്സ്ചർ വർക്കും ഒക്കെ നൽകിയാണ് വന്നിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വിക്കറ്റ് ഗേറ്റും നൽകിയിട്ടുണ്ട്. ഗേറ്റിൻ്റെ പില്ലറിൽ ലൈറ്റ് കൊടുക്കുവാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. 4.8 മീറ്ററാണ് ഇവിടെ മെയിൻ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് നാച്ചുറൽ സ്റ്റോൺസ് വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകിയിട്ടുള്ള ഒരു വിശാലമായ മുറ്റത്തേക്കാണ്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫസ്റ്റ് കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. 10 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ട് സൈഡായ വെസ്റ്റ് സൈഡിലാണ് ഉള്ളത്. 7.5 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയും നാച്ചുറൽ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ SUV കാർ പാർക്കിംഗ് സൗകര്യമാണ് നമുക്ക് ഇവിടെയായിട്ട് ലഭിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഗാർഡൻ ചെയ്യാനുള്ള സ്പേസിൽ നാച്ചുറൽ ഗ്രാസ് നൽകിയിട്ടുണ്ട്. കൂടാതെ അത്യാവശ്യം ടെക്സ്ചർ വർക്കും ട്യൂബ് ലൈറ്റും ഒക്കെ ഈ ഒരു വോളിൽ നൽകിയിട്ടുണ്ട്. ഈ ഒരു കോർണറിലായിട്ടും ഒരു നാച്ചുറൽ പ്ലാന്റും നാച്ചുറൽ ഗ്രാസും നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ നോർത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 3 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ മെറ്റൽ ചിപ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 6 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ മെറ്റൽ ചിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വർക്ക് ഏരിയ വന്നിരിക്കുന്നത്. കൂടാതെ ഇവിടെയായിട്ട് ഒരു ടാപ്പും അലക്കുകല്ലും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 10.5 അടിയിലേറെ നീളവും 4 അടിയോളം വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. 3-4 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്ക് ഇവിടെയായിട്ട് ലഭിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഇവിടെയായിട്ട് ഒരു ഷൂ റാക്ക് ചെയ്യാനുള്ള സ്പേസും ഉണ്ട്. ഈ ഒരു കോർണറായി നൽകിയിരിക്കുന്ന പില്ലറിന് ടെക്സ്ചർ വർക്കുകളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പില്ലറിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു പ്ലാന്റ് വെക്കാനുള്ള സ്പേസും നൽകിയിട്ടുണ്ട്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ മഹാഗണിയിൽ 2 പാളികളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഗ്ലാസിൻ്റെ ഡിസൈനൊക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു മെയിൻ ഡോർ ഇവിടെ വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ലിവിങ് സ്പേസിലേക്ക് വരാം. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ലിവിങ് സ്പേസ് വരുന്നത്. 13.5 അടി നീളവും 13 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ലിവിങ് സ്പേസിന് ഉള്ളത്. വെസ്റ്റിലേക്ക് വലുപ്പമുള്ള 3 ഡോർ വിൻഡോയും സൗത്തിലേക്കും ഒരു 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. വലുപ്പമുള്ള ഒരു കോർണർ സോഫ തന്നെ ഇടാനുള്ള സ്പേസ് നമുക്ക് ഈ ലിവിംഗ് റൂമിന് ലഭിക്കുന്നുണ്ട്. കൂടാതെ ഒരു കോഫി ടേബിൾ ഇട്ടാൽ പോലും നമുക്ക് മൂവ്മെൻറ്റിന് ഒരു പ്രോബ്ലവും ഉണ്ടാവുന്നില്ല. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റിൻ്റെ ബാക്ക് സൈഡിലെല്ലാം തന്നെ ലൂവേർഡ് ഡിസൈനിലുള്ള പാനലിംഗ് വർക്കാണ് വന്നിരിക്കുന്നത്. അത് മുകൾ ഭാഗത്തേക്കും കണ്ടിന്യൂ ചെയ്ത് സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് താഴെയായിട്ട് വരുന്നുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് ഡെക്കർ സ്പേസും നൽകിയിട്ടുണ്ട്. ഡെക്കർ സ്പേസിനുള്ളിലായിട്ട് സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കൊക്കെ ചെയ്ത് പ്രൊഫൈൽ ലൈറ്റും സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ വുഡൻ ടെക്സ്ചറിലുള്ള ഒരു പാനലിംഗ് വർക്ക് ഇവിടെയായിട്ട് വരുന്നുണ്ട്. അത്യാവശ്യം സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് ഡെക്കർ സ്പേസും വരുന്നുണ്ട്. ഇവിടെയായിട്ട് ഒരു പാർട്ടീഷനും വരുന്നുണ്ട്. പാർട്ടീഷന് ഒരു ക്രീം ആൻഡ് വുഡൻ ടെക്സ്ചറാണ് നൽകിയിരിക്കുന്നത്. ഇതിനുള്ളിൽ സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടും വോളിൽ ഒരു ഡെക്കർ സ്പേസ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നത്. സെറയുടെ വാഷ് കൗണ്ടറാണ് വരുന്നത്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്നുണ്ട്. ബാക്ക് സൈഡിൽ ടൈലാണ് ചെയ്തിരിക്കുന്നത്. റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഭംഗിയുള്ള മിററും നൽകിയിട്ടുണ്ട്. ഇവിടെയും അത്യാവശ്യം ഡെക്കർ സ്പേസ് വരുന്നുണ്ട്.
ഇവിടെയായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്ത് കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് കവർ ചെയ്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഇതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ്. 11.5 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിൾ വരെ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. നോർത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടും ഒരു പവർ പോയിന്റ് നൽകിയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജ് ഇവിടെയും വെക്കാവുന്നതാണ്. കൂടാതെ ഈ ഒരു ഡൈനിങ് സ്പേസിൻ്റെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനാണ് വരുന്നത്. അത്യാവശ്യം സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഒക്കെ കൊടുത്ത് തന്നെയാണ് ഈ ഒരു ഡൈനിങ് സ്പേസ് കൂടെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ വീട്ടിൽ വി ഗാർഡിൻ്റെ വയേഴ്സും വെസ്റ്റേണിൻ്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ഒഴികെ ബാക്കി എല്ലായിടത്തും ഗ്ലോസി ടൈലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വന്നു കഴിഞ്ഞാൽ മെയിൻ ഡോറ് കടന്നു വരുന്ന ഈ ഒരു ഭാഗത്ത് ഡൈനിങ് സ്പേസിൻ്റെ ഈ ഒരു പോർഷനിൽ നൽകിയിരിക്കുന്ന പാനലിംഗ് ലൂവേർഡ് ഡിസൈനിലുള്ള പാനലിംഗ് ആണ് സീലിംഗിൽ വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് ഒരു ഗ്രാനൈറ്റ് ബേസ് ആണ് നൽകിയിരിക്കുന്നത് കൗണ്ടർ ടോപ്പായിട്ട്. കൂടാതെ ഇവിടെയായിട്ട് അത്യാവശ്യം ഡെക്കർ സ്പേസ് ഒക്കെ കൊടുത്ത് സ്പോട്ട് ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് ഭംഗിയുള്ളൊരു ഡിസൈനാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന പാനലിംഗ് വർക്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് 2 സിലിണ്ടറിക്കൽ ലൈറ്റും പിന്നീടുള്ള ഭാഗത്ത് സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. 11 അടിയോളം നീളവും 7.5 അടി വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ഇലക്ട്രിക് ചിമ്മിനി ഓൾറെഡി ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും നോർത്തിലേക്ക് 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വലുപ്പമുള്ളൊരു സിങ്കും ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. 3 ലെയറായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഓപ്പൺ ബോക്സും നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വൈറ്റ് കളറിലാണ് സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. കൂടാതെ സ്ട്രിപ്പ് ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. കിച്ചണിൽ മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ വിശാലമായ വർക്ക് ഏരിയ വരുന്നത്. 25 അടിയിലേറെ നീളവും 7.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു വർക്ക് ഏരിയയ്ക്ക് ഉള്ളത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് വലുപ്പമുള്ള ഒരു കൗണ്ടർ സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. കബോർഡ് വർക്കുകൾ ഇനി ഫിനിഷ് ആവാനായിട്ടുണ്ട്. ഇവിടെയായിട്ട് വലുപ്പമുള്ള ഒരു സിങ്കും ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. 3 സൈഡും ഗ്രില്ല് കൊണ്ട് കവർ ചെയ്തെടുത്ത് 2 സൈഡിലും ഗ്രിൽ ഡോർ കൊടുത്താണ് ഈ ഒരു വർക്ക് ഏരിയ വന്നിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ബെഡ്റൂമിന് 13 അടിയിലേറെ നീളവും 11.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും ഈസ്റ്റിലേക്ക് ഒരു 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കിലേക്ക് വന്നാൽ വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ സ്ട്രിപ്പ് ലൈറ്റും സീലിംഗ് ലൈറ്റും ഒക്കെ കൊടുത്താണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് ചെയ്തിരിക്കുന്നത്. 4 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും ഒരു ചെറിയ ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. സെറയുടെ തന്നെ വാട്ടർ ക്ലോസറ്റാണ് നൽകിയിരിക്കുന്നത്. ജാഗ്വാറിൻ്റെ ഡൈവേർട്ടറാണ് വന്നിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും ഈ ഒരു സ്പേഷ്യസ് ആയ ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീട്ടിലെ താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ബെഡ്റൂമിൽ 13 അടിയിലേറെ നീളവും 11 അടിയോളം വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്കും വെസ്റ്റിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയും വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനാണ് സീലിംഗ് വർക്കുകൾ വന്നിരിക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് സീലിംഗ് വർക്കുകളും വന്നിരിക്കുന്നത്. 3 ഡോറിൻ്റെ ഒരു വാൾഡ്രോബാണ് ഇവിടെയായിട്ട് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് അത്യാവശ്യം ഡെക്കർ സ്പേസും നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടും ഒരു സ്റ്റോറേജ് യൂണിറ്റ് വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. സെറയുടെ വാട്ടർ ക്ലോസറ്റ് തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. ജാഗ്വാറിൻ്റെ ഡൈവേർട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഹീറ്റിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ എസ്എസും വുഡും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. സ്റ്റെയർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സ്റ്റെയർ കയറി വരുമ്പോൾ ഇവിടെയായിട്ട് ഒരു ഡക്കർ സ്പേസ് നൽകിയിട്ടുണ്ട്. അതിനുള്ളിൽ ഒരു സ്പോട്ട് ലൈറ്റ് വരുന്നുണ്ട്. ഈ ഒരു വാളിലായിട്ട് ഭംഗിയുള്ള ഒരു വാൾ ലൈറ്റും നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടും ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പിന്നീട് നമ്മൾ എത്തിച്ചേരുന്നത് 7 അടിയിലേറെ വീതിയുള്ള ഈ ഒരു പാസേജിലേക്കാണ്. ഇവിടെയായിട്ട് ഒരു സീറ്റിംഗ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്.
ഇവിടെയായിട്ട് UPVCയുടെ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. വലുപ്പമുള്ള വിൻഡോ ആയത് കാരണം ധാരാളം നാച്ചുറൽ ലൈറ്റ് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വൈറ്റ് കളർ കോമ്പിനേഷനാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് ഭംഗിയായിട്ട് തന്നെയാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ അപ്പർ ലിവിംഗ് സ്പേസ് വരുന്നത്. 13 അടിയിലേറെ നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിന് ഉള്ളത്. വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയും സൗത്തിലേക്ക് 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ചെറിയ പോർഷൻ ലഭിക്കുന്നുണ്ട്. ഇവിടെ ഒരു സ്റ്റഡി ടേബിളോ അല്ലെങ്കിൽ ഓഫീസ് ടേബിളോ ഒക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. മുകളിലായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്നുണ്ട്. വൈറ്റ് കളർ കോമ്പിനേഷൻ തന്നെയാണ് ഈ ഒരു ലിവിംഗ് സ്പേസിൻ്റെയും സീലിംഗ് ചെയ്തിരിക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റും സീലിംഗ് ലൈറ്റും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് ഇതിൻ്റെ സീലിംഗ് വരുന്നത്. ഈ വിശാലമായ അപ്പർ ലിവിംഗ് സ്പേസിൽ ഒരു കോർണർ സോഫ സെറ്റ് തന്നെ നമുക്ക് ഇടാനുള്ള സ്പേസ് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തു നിന്നാണ് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറായി വരുന്ന ഈ ബെഡ്റൂമിനും 13 അടിയിലേറെ നീളവും 11 അടിയോളം വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്കും വെസ്റ്റിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. വൈറ്റ് കളർ കോമ്പിനേഷനിൽ തന്നെയാണ് ഇവിടെയും സീലിംഗ് വർക്കുകൾ വരുന്നത്. സ്ട്രിപ്പ് ലൈറ്റും സീലിംഗ് ലൈറ്റും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് 2 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. സെറയുടെ തന്നെ വാട്ടർ ക്ലോസറ്റ് ആണ് വരുന്നത്. ജാഗ്വാറിൻ്റെ ഡൈവേർട്ടറാണ് നൽകിയിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും ഈ ഒരു സ്പേഷ്യസ് ആയ ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറായി വരുന്ന ഈ ബെഡ്റൂമിന് 13 അടിയിലേറെ നീളവും 11.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയും ഈസ്റ്റിലേക്ക് 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വൈറ്റ് കളർ കോമ്പിനേഷൻ തന്നെയാണ് സീലിംഗ് വർക്കുകൾ വരുന്നത്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും സീലിംഗ് ലൈറ്റും ഒക്കെ കൊടുത്താണ് സീലിംഗ് വർക്കുകൾ വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് 3 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഡ്രസ്സിംഗ് യൂണിറ്റിൻ്റെ സൈഡിലായിട്ട് ഡെക്കോ സ്പേസും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും ഫൈബർ ഡോർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. ഇവിടെയും സെറയുടെ തന്നെ വാട്ടർ ക്ലോസറ്റ് ആണ് വന്നിരിക്കുന്നത്. ജാഗോറിൻ്റെ ഡൈവേർട്ടാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റ് എക്സ്ഹോസ്റ്റ് ഫാനുള്ള പ്രൊവിഷൻ ഈ ഒരു ബാത്റൂമും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ വിശാലമായ യൂട്ടിലിറ്റി സ്പേസിലേക്ക് വരാം. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തു നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കോൺക്രീറ്റിലാണ് നൽകിയിരിക്കുന്നത്. ഫുള്ളി കവർ ചെയ്തെടുത്തിരിക്കുകയാണ്. കൂടാതെ ഈ ഒരു യൂട്ടിലിറ്റി സ്പേസ് ഈ ഒരു ഭാഗത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. ഫുള്ളി ഗ്രില്ല് കൊണ്ട് കവർ ചെയ്താണ് ഈ ഒരു യൂട്ടിലിറ്റി സ്പേസ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ബാൽക്കണി വരുന്നത്. 10.5 അടിയിലേറെ നീളവും 7 അടിയോളം വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് വരുന്ന പില്ലർ ടെക്സ്ചർ വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽ MS-ലാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് സർക്കിൾ ഷേപ്പിൽ ഒരു ഓപ്പണിംഗ് കൂടി നൽകിയിട്ടുണ്ട്. ഈ ഒരു ബാൽക്കണി ഈ ഒരു ഭാഗത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റ് ആണ് സീലിംഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 200 മീറ്റർ, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 3.6 കിലോമീറ്റർ, സമർട്ടൺ ഹോസ്പിറ്റലിലേക്ക് 3.3 കിലോമീറ്റർ, കാക്കനാടേക്ക് 12 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 9.4 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും 5.5 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 6.8 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 12 കിലോമീറ്റർ, കലൂരേക്ക് 18 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 16 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസായി വരുന്നത്. 4 സെന്റ് 100 ലിങ്സ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സഹിതമുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 82 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ബിൽഡറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും വാങ്ങുന്നതിനും വിൽക്കുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേഷൻ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.